ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എറണാകുളം വരെ ഒരു യാത്ര പോയതായിരുന്നു. രാവിലെ 7:30 മണിക്ക് എക്സിക്യൂട്ടീവിനാണ് പോയത്. ഏകദേശം 11-11:30 ആയപ്പോഴേക്കും അവിടെ എത്തി പതുക്കെ നമ്മുടെ സമൃദ്ധി കൊച്ചിയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ എറണാകുളം മൊത്തമൊക്കെ കറങ്ങി. അതിനുശേഷം ഏകദേശം ഒരു 2-2:30-3 മണി ആയപ്പോഴാണ് നമ്മൾ ഫ്രീ ആയത്. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് കുറച്ച് വീഡിയോസ് എടുക്കാം എന്ന് കരുതിയത്. ആ സമയത്തെടുത്ത കുറച്ച് വീഡിയോസാണ് നിങ്ങൾക്കായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ കൊച്ചി മെട്രോ എല്ലാവർക്കും പരിചിതമാണ്. അപ്പോൾ കൊച്ചി മെട്രോയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് എല്ലാം അറിയാം. കൊച്ചി മെട്രോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കൊച്ചി നഗരത്തിൽ റെയിൽ ഗതാഗതമാണ് ഈ കൊച്ചി മെട്രോ റെയിൽവേ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏകദേശം ആദ്യമായിട്ട് ആസൂത്രണം ചെയ്ത പദ്ധതികളിൽ ഒന്ന് തന്നെ ആയിരുന്നു ഇത് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായിരുന്നു ഈ കൊച്ചി മെട്രോ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൊച്ചിയിലെ ഗതാഗത കുരുക്ക് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നോണമാണ് ഈ ഒരു കൊച്ചി മെട്രോ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അതിവേഗ ഗതാഗതം കാരണം ഏകദേശം 25ഓളം സ്റ്റേഷനുകൾ കൊച്ചിയിൽ ഈ ഒരു റെയിൽ സംവിധാനത്തിൽ വന്നു, ഈ ഒരു മെട്രോ സംവിധാനത്തിൽ വന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് യാത്രാ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ ഇപ്പോൾ എല്ലാ തരം യാത്രക്കാർക്കും ഈ ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് യാത്രകൾ നടത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു മാറ്റം തന്നെയാണ്. 2017 ജൂൺ 17 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ നരേന്ദ്ര മോദിജി ആണ് കൊച്ചി മെട്രോയുടെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേരളത്തിൽ ഈ ഒരു KMRL എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ ആസൂത്രകൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മെട്രോമാൻ എന്ന് വിളിപ്പേരുള്ള ശ്രീ EM ശ്രീധരൻ സാറാണ്. അദ്ദേഹം ജൂൺ 19 പൊതുജനങ്ങൾക്കായിട്ട് കൊച്ചി മെട്രോ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിനുശേഷം ജൂൺ 17 നരേന്ദ്രമോദി സാർ ഉദ്ഘാടനം ചെയ്യുകയും ഈ ഒരു മെട്രോ സംവിധാനം നിലവിൽ വരികയാണ് ചെയ്തത്. കേരളത്തിൽ ഈ ഒരു കാര്യം വരുന്നതിന് വേണ്ടിയിട്ട് ശ്രീ EK നായനാർ സർക്കാർ ആദ്യം പഠനം നടത്തി എന്ന് അതൊരു കേട്ടറിവാണ്. അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വരികയും തുടർന്ന് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് DPR തയ്യാറാക്കി 2007 ശ്രീ VS അച്യുതാനന്ദൻ മന്ത്രിസഭ പദ്ധതിക്ക് അംഗീകാരം നൽകി. തുടർന്ന് ബാക്കി കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെ മുന്നോട്ട് പോവുകയും ഈ ഒരു പ്രവർത്തനം ഈ മറ്റ് പ്രധാനപ്പെട്ട ആളുകളെയും മെട്രോമാൻ ശ്രീധരൻ സാറിനെ പോലെയുള്ള ആളുകളെ ഈ ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷമാണ് ഈ ഒരു മെട്രോ വലിയ രീതിയിൽ ഇവിടെ പ്രവർത്തിച്ച് വർക്കുകളെല്ലാം വളരെ പെട്ടെന്ന് പൂർത്തിയാവുകയും തുടർന്ന് ഇത്രയും ഒരു മനോഹരമായിട്ടൊരു സംവിധാനം കേരളത്തിലെത്താനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്തത്. നമ്മുടെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നരേന്ദ്രമോദിജി ഇവിടെ കേരളത്തിലേക്ക് വന്ന സമയത്ത് നമ്മുടെ പിണറായി സർക്കാരായിരുന്നു കേരളത്തിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനാണ്, ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ സാറിനാണ് ഈ ഒരു ഭാഗ്യം സിദ്ധിച്ചത്. ശ്രീ നരേന്ദ്രമോദിജി സാറിൻ്റെ കൂടെ ഈ ഒരു സംവിധാനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിൽ ഇത് തുടങ്ങി വയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു വലിയ ഭാഗ്യം ലഭിച്ചു. നമുക്കെല്ലാവർക്കും ഇതൊരു വലിയ മഹാഭാഗ്യം തന്നെയാണ്. കൊച്ചിയിൽ മെട്രോ പുതിയ റൂട്ടുകളെല്ലാം പഴയതിനേക്കാൾ തുടങ്ങിയ കാലത്തിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. കാരണം ഇപ്പോൾ പല പുതിയ ടെർമിനലുകളും ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വർക്കുകളെല്ലാം ഏകദേശം പൂർണ്ണമായി കൊണ്ടിരിക്കുകയാണ്. ചില ടെർമിനലുകളെല്ലാം വർക്കുകൾ കഴിഞ്ഞു, ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൊച്ചിയിൽ വരുമ്പോഴെല്ലാം ഈ മെട്രോയിൽ ഒരു തവണയെങ്കിലും യാത്ര ചെയ്യണം. കൊച്ചിയിൽ വരാത്തവർ ആരുമില്ല. എന്നിരുന്നാലും കൊച്ചി മെട്രോ യൂസ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നതൊരു ഒരു പുതിയ അനുഭവം തന്നെയാണ്. കാരണം വിദേശ രാജ്യങ്ങളോട് ഇടപെടിക്കുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുന്നത് നമുക്ക് വലിയ അഭിമാനം തന്നെയാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സംവിധാനത്തിൽ യാത്ര ചെയ്യുകയും ഈ ഒരു സംവിധാനത്തിൽ നിന്ന് നമ്മുടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ നാട് വളരെ കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് അതിമനോഹരമായിട്ട് തന്നെയാണ് തോന്നുന്നത്.
അപ്പോൾ ഇത്തരം യാത്രകളൊക്കെ തന്നെയാണ് നമുക്ക് ലൈഫിൽ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇത്തരം സംവിധാനങ്ങൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരുന്ന സംവിധാനങ്ങൾ, ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിന് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. അതിനെന്തായാലും നമ്മൾ നമ്മുടെ കേന്ദ്ര സർക്കാരിനും മറ്റ് എല്ലാ സംവിധാനങ്ങൾക്കും, എല്ലാ സർക്കാർ സംവിധാനങ്ങൾക്കും നന്ദി പറഞ്ഞേ പറ്റൂ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൊച്ചിയിലേക്ക് വരാൻ ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെട്രോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1-2 സ്ഥലങ്ങളിലെങ്കിലും യാത്ര ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സെൽഫി എടുക്കാൻ എനിക്ക് തോന്നി. പലരും ഇത്തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്നിരുന്നാലും എനിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളെ കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഭാവിയിൽ പറ്റുകയാണെങ്കിൽ നമ്മുടെ വ്ളോഗ് കൂടുതൽ വലിയ രീതിയിൽ ഒരു വ്ളോഗ് നമുക്ക് കൊച്ചിയെ പറ്റിയും മറ്റ് യാത്രകളെ പറ്റിയും എല്ലാം ചെയ്യണം. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് ആലുവ വരെ ടിക്കറ്റ് എടുത്തു. എറണാകുളം നോർത്തിൽ നിന്നും ആലുവയിലേക്ക് ടിക്കറ്റ് എടുത്ത് ആലുവയിൽ ഇറങ്ങിയതിന് ശേഷം തുടർന്ന് ആലുവയിൽ നിന്നും തൃശ്ശൂരേക്ക് ബസ് എടുക്കുകയായിരുന്നു. KSRTC ആണ് കിട്ടിയത്. എന്നാൽ തൃശ്ശൂർ വന്നപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു റംസാൻ നവംബർ സീസൺ ആയതുകൊണ്ടാവാം ചില ട്രെയിനുകളെല്ലാം ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് KSRTC ബസ്സുകളെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സന്തോഷപൂർവ്വം തന്നെ നമ്മൾ KSRTC ലോ ഫ്ലോർ തൃശ്ശൂരിൽ നിന്ന് ലഭിക്കുകയും കുറ്റിപ്പുറം വന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നീട് മറ്റൊരു 8 മണി, ഏകദേശം 8 മണിയായിരിക്കും ഇവിടെ നിന്ന്. അതിനുശേഷം അവിടുന്ന് നോർമൽ ബസ് എടുത്ത് നാട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വ്ളോഗുമായിട്ട് അടുത്ത തവണ കാണാം. നമ്മുടെ യാത്രകളെല്ലാവരും ആസ്വദിക്കുക. താങ്ക് യു സോ മച്ച്.